ബൽറാം നെടുങ്ങാടി കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ഈ വോട്ടെടുപ്പ് എന്നുള്ളതൊരു സംഘടനാ രീതിയായി അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും സാധാരണ ഈ നിർദ്ദേശം അംഗീകരിച്ച് പോകാറാണ് പതിവ്. ഇങ്ങനെയൊരു നടപടിയിലേക്ക് കടക്കുന്ന പശ്ചാത്തലം, ഇതിൽ ഏതെങ്കിലും അംഗങ്ങളെ പ്രത്യേകമായി ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ടോ? ഈ സീനിയോറിറ്റി പരിഗണിച്ചില്ല എന്നുള്ള വിമർശനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ വോട്ടെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ, അതിൻ്റെ രീതി എങ്ങനെയാണ് ബൽറാം? റിജിത്ത്, മഹാരാഷ്ട്ര ഘടകം തന്നെയാണ് അനിഷ്ടം പ്രകടമാക്കിയത് ഈ പാർട്ടി കോൺഗ്രസിൽ എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം അശോക് ദാവ്ലെയുടെ പേര് പശ്ചിമ ബംഗാൾ ഘടകം ആണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മുന്നോട്ട് വച്ചിരുന്നത്. ആ യോഗത്തിൽ 5 പേർ MA ബേബി ജനറൽ സെക്രട്ടറി ആകുന്നതിനെതിരെ എതിർപ്പ് ഉന്നയിച്ചിരുന്നു. അശോക് ദാവ്ലെയും ബംഗാൾ ഘടകത്തിൽ നിന്നുള്ള അംഗങ്ങളും അടക്കമുള്ളവരാണ് എതിർപ്പ് ഉന്നയിച്ചത്. പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ അശോക് ദാവ്ലെ ആദ്യഘട്ടത്തിൽ മുഹമ്മദ് സലീമിന്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു. മുഹമ്മദ് സലീം നേരത്തെ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇല്ല എന്ന് ബംഗാൾ ഘടകം തീരുമാനിച്ച ഒരു നേതാവിന്റെ പേര് അശോക് ദാവ്ലെ ഉന്നയിച്ചതിന് പിന്നാലെ ബംഗാൾ ഘടകം ജനറൽ സെക്രട്ടറിയായ അശോക് ദാവ്ലെയുടെ പേര് ഉന്നയിക്കുകയും തുടർന്ന് MA ബേബി ജനറൽ സെക്രട്ടറി ആകുന്നതിനെതിരെ എതിർപ്പ് ഉന്നയിക്കുകയായിരുന്നു. പ്രധാനമായും എതിർപ്പ് അദ്ദേഹത്തിന് ഹിന്ദി മേഖലയിൽ നിന്നുള്ള ഹിന്ദി സംസാരിക്കാൻ കഴിയുന്ന ഒരു നേതാവ് വേണമെന്ന ആവശ്യമായിരുന്നു ബംഗാൾ ഘടകം മുന്നോട്ട് വെച്ചത്. അത് പോളിറ്റ് ബ്യൂറോയിൽ നേരിയ തോതിൽ ഇത്തരത്തിലൊരു സമവായമില്ലാതെ ജനറൽ സെക്രട്ടറിയിലേക്ക് പോകുന്ന സാഹചര്യത്തിന് ഇടയാക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അത് ഇപ്പോൾ പാർട്ടി കോൺഗ്രസിലെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചിരിക്കുന്നു. അശോക് ദാവ്ലെയോട് അടുപ്പമുള്ള നേതാവ് നാസിക്കിൽ നിന്നുള്ള DL കരട് ആണ് പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റി മുന്നോട്ട് വെച്ച പുതിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ പട്ടികയിൽ എതിർപ്പ് ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ സീനിയോറിറ്റി മറികടന്നിട്ടുണ്ട് എന്നും മുതിർന്ന പല നേതാക്കളെയും പാർട്ടിയിൽ അനുഭവപരിചയമുള്ള നേതാക്കളെ തഴയപ്പെട്ടിരിക്കുന്നു എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വോട്ടെടുപ്പ് വേണം ഈ വിഷയത്തിൽ എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഈ സമവായത്തിലേക്ക് കാര്യങ്ങൾ നീക്കാനുള്ള ശ്രമം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അദ്ദേഹം പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധികളോട് ഐക്യം പരമപ്രധാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്നും അതുകൊണ്ട് തന്നെ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണമെന്നുമുള്ള ആവശ്യം എന്ന നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വച്ചു. എങ്കിൽ പോലും വോട്ടെടുപ്പ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ 2 നേതാക്കൾ. ഉത്തർപ്രദേശ് സംസ്ഥാന സെക്രട്ടറി, ഒപ്പം തന്നെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള DL കരട് എന്നിവരാണ് വോട്ടെടുപ്പ് വേണം, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കണം എന്ന ആവശ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് പ്രൊസീഡിയം, ഈ അംഗങ്ങൾ ഇത്തരത്തിൽ ആവശ്യം ഉന്നയിച്ചാൽ സ്വാഭാവികമായും അത്തരം നടപടികളിലേക്ക് കടക്കേണ്ടി വരും. പ്രൊസീഡിയം അധ്യക്ഷനായ മണിക് സർക്കാരിന്റെ നേതൃത്വത്തിലാണ് വോട്ടെടുപ്പിനായുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. സമവായത്തിനായുള്ള ശ്രമങ്ങൾ ഈ ഒരു ഘട്ടത്തിലും നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഹാരാഷ്ട്ര ഘടകം എന്തായാലും കടുത്ത എതിർപ്പ്, തങ്ങളുടെ അതൃപ്തി ഈ വിഷയത്തിൽ പാർട്ടി കോൺഗ്രസിൽ വെച്ച് തന്നെ പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. മഹാരാഷ്ട്ര ഘടകത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ എതിർപ്പ് ഉന്നയിച്ച DL കരടിനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹം മഹാരാഷ്ട്രയിൽ അന്നത്തെ സർക്കാരിനെ വിറപ്പിച്ച ഈ ലോങ് മാർച്ചിന്റെ സംഘാടകരിൽ ഒരാളാണ്. അശോക് ദാവ്ലെയോടൊപ്പം ചേർന്ന് ഈ സംഘാടനം ഏറ്റെടുത്ത നേതാക്കളിൽ ഒരാളാണ്. മഹാരാഷ്ട്രയിൽ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ നിർണായകമായ പങ്ക് വഹിച്ച നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം എന്നുള്ളതും ശ്രദ്ധേയമാണ്. പാർട്ടിയുടെ അംഗസംഖ്യ പരിശോധിക്കുകയാണെങ്കിൽ പോലും മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന് ശേഷം 2000 അംഗത്തോളം വളർച്ചയുണ്ടായ ഒരു സംസ്ഥാനം കൂടിയാണ് മഹാരാഷ്ട്ര. മറ്റ് ഘടകങ്ങളിലെല്ലാം തന്നെ തുടർന്ന് അടുത്ത 2022 മുതൽ അംഗങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടായപ്പോൾ മഹാരാഷ്ട്രയിൽ മാത്രമാണ് ക്രമമായ വളർച്ച അംഗങ്ങളുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത്. 12,807 അംഗങ്ങളിൽ നിന്നും നിലവിൽ 14,406 അംഗങ്ങളാണ് നിലവിൽ മഹാരാഷ്ട്രയിൽ ഉള്ളത്. ഇത്തരത്തിൽ സജീവമായി തന്നെ പാർട്ടി സംസ്ഥാന ഘടകം പ്രവർത്തനിക്കുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അവിടെ നിന്നുള്ള അംഗങ്ങളാണ് ഇത്തരത്തിൽ ഈ പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റി മുന്നോട്ട് വെച്ച പുതിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ പാനലിനെതിരെ എതിർപ്പുമായി രംഗത്തെത്തുകയും സീനിയോറിറ്റി മറികടക്കപ്പെട്ടിരിക്കുന്നു, സീനിയോറിറ്റി പാലിക്കപ്പെട്ടിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ വോട്ടെടുപ്പിലൂടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കണം എന്നുമുള്ള ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സ്വാഭാവികമായി ഇത്തരം പാർട്ടി കോൺഗ്രസുകളിൽ കാണാത്ത തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഇതിലൂടെ വഴിയൊരുങ്ങിയിരിക്കുന്നത്. റീജിൻ, ശരി, പതിവില്ലാത്തൊരു കാഴ്ചയിലേക്ക് പാർട്ടി കോൺഗ്രസിൻ്റെ നടപടികൾ കടക്കുകയാണ്. കേന്ദ്ര കമ്മിറ്റി പട്ടികയെ എതിർക്കുന്നു UP ഘടകവും മഹാരാഷ്ട്ര ഘടകവും. തുടർന്ന് വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു, അതിൻ്റെ നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു.